രജനീകാന്ത് സാർ. രജനീകാന്ത് ഞങ്ങൾ ഒരേ മേക്കപ്പ് റൂമായിരുന്നു അടുത്ത വാച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ പുള്ളി ഇടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ട് ഉച്ചയ്ക്കുള്ള ബ്രേക്കിൻ്റെ ഒക്കെ ടൈം ഉണ്ടാവും നമുക്ക് ഒന്ന് പറഞ്ഞു പപ്പടാ. പുള്ളിയെ പറയും നമ്മളൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഗ്ലാസ് ഹൗസ് ഇരിക്കണം ഓൾറെഡി നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മളെന്ത് ചെയ്താലും നോക്കാൻ കൂടെ ആളുണ്ട്. പുള്ളിയാൾക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കിട്ടിയ പുള്ളീനെ വന്നിട്ട് ജയിലിൽ വരെ അടയ്ക്കുക. ഭയങ്കര ഭാഗ്യകാരനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ. ഞാനിത് കാണണമെന്ന് പറഞ്ഞാൽ പുള്ളിയെ ഒരു 79 വന്നിട്ടേ പുള്ളിയെ പ്രശ്നത്തിന് മുകളിൽ പ്രശ്നമായിരുന്നു എല്ലാവരും അവോയ്ഡ് ചെയ്തിട്ട്. പുള്ളി മറ്റേ തിരുനാപ്പള്ളി എയർപോർട്ടിൽ വെച്ച് പുള്ളി ദേഷ്യം വന്നിട്ട് ഗ്ലാസ് ഉടച്ച് പുള്ളിയെ ജയിലിലാക്കി. ഇതൊക്കെ ഭയങ്കര തിക്താനുഭവങ്ങളും ആൾക്കാർ വന്ന് പുള്ളിക്ക് വന്നിട്ട് ചുണ്ടിലൊരു വെള്ളപ്പാണ്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ എഴുതാവോ അതെല്ലാം എഴുതി. പുള്ളി അവനെ മുക്കുത്തി എന്ന് പറയുന്ന ഒരു മാഗസിനാണ്. പുള്ളി അവനെ വണ്ടി കയറ്റി കൊല്ലാനൊക്കെ വണ്ടി അപ്പോഴും അങ്ങനെ ദേഷ്യക്കാരനാ. അത് കഴിഞ്ഞാൽ രാഘവേന്ദ്ര സ്വാമിയുടെ ഭക്തരായി ഭയങ്കര ആള് മാറി. പിന്നെ നോക്കുമ്പോൾ പുള്ളി ഭയങ്കര ഇങ്ങനെയൊക്കെയാണ്. എല്ലാ ട്രാൻസിഷനും ഞാൻ കാണുകയാണ് ഓരോരുത്തരും. പുള്ളി അലാവുദ്ദീൻ അത്ഭുതം വിളിക്കുക. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ രഘുമാസ്റ്റർ കൂടെ പോകുമ്പോൾ അവിടെ വന്നിട്ട് ഭയങ്കര ടെൻഷനാണ്. പുള്ളി എപ്പോഴാണ് കലി ഇളകിയിട്ട് ഭയങ്കര ഇടിക്കുകയൊക്കെ ചെയ്യും. പുള്ളി പെട്ടെന്ന് പോയിട്ട് പുള്ളി ആ സമയത്ത് ഭയങ്കര ഡിസ്റ്റർബ് ആയ സമയമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ കടന്നുപോയ പുള്ളിയാണ്. അവിടെ നിന്ന് പുള്ളി ഭയങ്കര ഭക്തനായി മാറി. പിന്നെ ഒരു പോകും എന്ന് പറഞ്ഞാൽ ഇസ് ജം ഓഫ് എ പേഴ്സൺ. ദൈവാനുഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. ഞാൻ കാണുന്ന മോഹൻലാല് ഇതൊക്കെ ദൈവാനുഗ്രഹം കിട്ടിയേക്കുന്ന ആൾക്കാർ. അതൊന്നും ആലോചിച്ച് നോക്കിയേ. അങ്ങനെയൊന്നും താഴെ പോവില്ല. അറിയാം എത്ര ടെൻഷനായിട്ട് ഇവിടെ നിന്ന് ദേശീയോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ ഒറ്റ ആഴ്ച ഡൂ എന്ന് പറഞ്ഞാണ് എമ്പുരാൻ്റെ ആ അയപ്പുണ്ടായത്.